വെൽക്കം ടു സാൻഡ്സ് കിച്ചൺ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു ഫിഷ് പിക്കിൾ ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നെയ്മീനാണ്. അത് ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, ടർമറിക് പൗഡർ, ഫെനുഗ്രീക്ക് സീഡ്, ഉലുവ, പിന്നെ ജിഞ്ചർ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗാർലിക്കും അതേപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് കടുക് എടുത്തിട്ടുണ്ട്, പിന്നെ ഗ്രീൻ ചില്ലി അത് ചെറുതായിട്ട് കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്, കറി ലീഫ്, വിനീഗർ, വൈറ്റ് വിനീഗർ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫിഷ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചില്ലി പൗഡറും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് വിനീഗറും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു അരമണിക്കൂർ നമുക്ക് ഇത് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാം. അതിനുശേഷം ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എന്താണ്ട് ഇതിൽ പാനിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫിഷ് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കറി ലീഫും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഓയിലിൽ നിന്ന് ഫിഷ് നമുക്കെടുത്ത് മാറ്റാം. നമ്മൾ ഫ്രൈ ചെയ്ത ഓയിലിൻ്റെ കുറച്ചെടുത്തിട്ട് അതിനകത്ത് തന്നെ നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഉലുവ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തിട്ട് ഇനി ഈ ജിഞ്ചറിൻ്റെയും ഗാർലിക്കും ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അത് കുക്കായിട്ടുണ്ട്. ഇനി ഗ്രീൻ ചില്ലിയും കറി ലീഫും ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ടർമറിക്കും പിന്നെ ചില്ലി പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കായവും. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം മസാലയെല്ലാം. അപ്പോൾ എന്താണ്ട് ഫിഷ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി ഇതിനകത്തോട്ട് ഞാൻ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫിഷ് പിക്കിൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ ഫിഷ് പിക്കിൾ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്